നമ്മളിന്നുള്ളത് സാൽമിയയിലാണ്. അപ്പോൾ ഇന്ന് ഓഫായതുകൊണ്ട് വെളിയിലോട്ടൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്, എൻ്റെ പേരാണ് എനിക്ക് ഉളുപ്പുണ്ടോന്ന് ചോദിക്കുന്നത് കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ ഫ്രണ്ടിൻ്റെ അക്കോമഡേഷനിലോട്ടാണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്തിട്ടാണ്. അപ്പോൾ ഞാനും ഇവനും നേരത്തെ വന്നപ്പോൾ ഇവിടെ താമസിച്ചത് ഈ അക്കോമഡേഷനിലാണ്. ഇപ്പോൾ പോയിട്ട് സാൽമിയിലുള്ള ഒരു കേരള റെസ്റ്റോറൻറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. ഇതിൻ്റെ പേരാണ് ശ്രീജിത്ത്, ഇവനാണ് സോറിൻ, ഇവിടുത്തെ മെയിനാണ്. അപ്പോൾ ഇവിടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉച്ചയായി ഇപ്പോൾ ചോറ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നല്ല ഒന്നാം തരം കുത്തിരി ചോറുണ്ട്. അപ്പോൾ ഇതെന്നാക്കിയൊന്ന് പറയണേ. അച്ചിങ്ങാത്തോരൻ, പയറുതോരെന്നും പറയും. പിന്നെ ഇതന്നെ ചമ്മന്തിയാ, നാരങ്ങ അച്ചാറ്, ഹോം മെയ്ഡ് നാരങ്ങ അച്ചാറ്, പിന്നെ മീൻ ഫ്രൈ. എന്ത് ഫ്രൈ? ബാരക്കോട. സെറ്റപ്പ്. പിന്നെ ഒരു സദ്യക്കുള്ള സാമ്പാർ. ഞങ്ങൾ വെളിയിലോട്ട് പോവുകയാണ്. അപ്പം ഫ്രണ്ടിന് ലുലു എക്സ്ചേഞ്ച് വരെ പോകണം. അപ്പം NR അക്കൗണ്ടിൻ്റെ കാര്യം ശരിയാക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ ലുലു എക്സ്ചേഞ്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലുലു എക്സ്ചേഞ്ചിൽ പോയിട്ട് അവിടെ 6 മണി കഴിഞ്ഞിട്ട് അവിടെ അപ്പോയിൻമെൻ്റ് ഉള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പം എക്സൈറ്റിൽ പോയിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം അവിടുന്ന് ഒരു ഫോൺ എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ചാർജർ അടിച്ചു പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ആ ചാർജർ അടിച്ചു പോകുന്നു. ആ ചാർജർ അടിച്ചു പോയി. നമുക്കതൊന്ന് മാറി കിട്ടാൻ വേണ്ടി അവിടെ വരെ എക്സൈറ്റ് വരെ പോവുകയാണ്. 1 ഇയർ വാറൻറ്റി ഉള്ള ചാർജറായിരുന്നു. പക്ഷേ എടുത്തപ്പോൾ ഇങ്ങനെയുള്ള ചാർജർ ഒറ്റ മാസം കൊണ്ട് അടിച്ചു പോയി. എക്സൈറ്റിൽ നിന്ന് തിരിച്ചു പോകുന്നത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അൽബുസ്താൻ മാളിലോട്ടാണ്. ഇപ്പോൾ ഇവിടെ ഒരു വാച്ച് നോക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ കൂട്ടുകാർ വെക്കേഷൻ നാട്ടിൽ പോവാണ്. ഇവിടെ നല്ല കാറ്റാണ്, നല്ല പൊടിക്കാറ്റാണ് ഇവിടെ. നമ്മളങ്ങനെ മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വന്നിരിക്കുന്നത് മറീന ബീച്ചിലോട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് കുറച്ച് കണ്ടിട്ട് നമ്മൾ അടുത്തൊരു വേറൊരു മാളിലോട്ട് പോവുകയാണ്. നമ്മളവിടെ വാച്ച് നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പം വേറൊരു മാളിലോട്ട് പോയിട്ട്, അതായത് മറീന മാളിലോട്ട് ചെന്നിട്ട് അവിടെ വാച്ച് ഉണ്ടോ എന്ന് നോക്കാനാണ് ഇനി അടുത്ത പ്ലാന്. ഇതാണ് മറീന മാളിൻ്റെ ബീച്ച് സൈഡ്. ഇപ്പോൾ ഇവിടെ ചൂടായതുകൊണ്ട് അത്യാവശ്യം തിരക്കുറവാണ്. ഇപ്പോൾ ബീച്ച് സൈഡിലൊക്കെ ഇരുന്ന് ഓരോരുത്തർ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. അങ്ങ് ദൂരെ കാണുന്നത് ഒരു കഫേയാണ്. ഞാൻ ഒരു പ്രാവശ്യം അവിടെ പോയായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് മറീന ബീച്ചിൻ്റെ ഒരു സൈഡിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെയാണ് ബോട്ട് ഇട്ടേക്കുന്നത്. ഈ ഒരു സൈഡിലാണ് മൊത്തം ബോട്ടുകൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രൈവറ്റ് ബോട്ടുകളൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ മാള് വരുന്നത്, മറീന മാള്. ഇനി ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പ്ലാനുണ്ട്. അറിയത്തില്ല, സമയം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഡെക്കാത്തലിലാണ്. അപ്പം നീന്തൽ പഠിക്കാമെന്ന് വെച്ച്. അപ്പോൾ കുറച്ചേക്ക് ഒക്കെ ഉള്ള ഗ്ലാസ്സാണ്. അപ്പം ഇതൊരെണ്ണം മേടിക്കാമെന്ന് വെച്ച്. ഇപ്പോൾ ഇതിന് 1.5 KD റേറ്റ് വരുന്നത്. ഞാനൊരു ടീഷർട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അവർ ഇപ്പോൾ അടുത്ത ഷൂസൊക്കെ നോക്കാൻ വരുന്നതാണ്. അപ്പോൾ ഇവിടെ നല്ല വിലക്കുറവിൽ ഇവിടെ ഷൂസൊക്കെ കിട്ടും. നല്ല ബ്രാൻഡഡ് ഷൂസ് ഇവിടെ നല്ല വിലക്കുറവിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ലുലു എക്സ്ചേഞ്ചിലോട്ട് പോവുകയാണ്. അവിടുന്ന് പിന്നെ എല്ലാം ശരിയാക്കിയിട്ട് നേരെ തിരിച്ച് റൂമിലോട്ടും പോവാണ്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു ഡേ മൈ ലൈഫ് ഇവിടെ കൊണ്ട് കഴിയുകയാണ്. ഇപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.